ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കിയാരയ്ക്ക് ഇതാ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഇതാ ഇവളെ ഉറക്കം എഴുന്നേറ്റു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ആൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കമായിരുന്നു വീണ്ടും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചെറിയൊരു പിണക്കത്തിലായിരുന്നു. അത് ഓക്കെ ആയി, ഒന്നും കൂടി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ പിണക്കവും പിണക്കങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ജീവിതം ഇല്ലല്ലോ. ഇതൊക്കെയല്ലേ ഒരു രസം ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ കണ്ണാണെങ്കിൽ ഉറങ്ങിയത് കൂടിയത് കൊണ്ടാണെന്നാണ് ഇങ്ങനെയുള്ളതെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ കാരണവും വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇന്ന് വലിയ അയച്ചൊന്നുമല്ലല്ലോ, പിന്നെന്ത്. അപ്പോൾ നമ്മൾ നെല്ലിക്കട്ടയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. നോക്കുമ്പോൾ മാർക്കറ്റ് അവിടെ റോഡ് സൈഡായിരുന്നു. മാർക്കറ്റല്ല, ജസ്റ്റ് ഇങ്ങനെ മീനൊക്കെ റോഡ് സൈഡ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പുറം ഷിഫ്റ്റ് ചെയ്തത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആൾ പോയിട്ടുണ്ട്. പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയതായിരുന്നു ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന്. അപ്പോൾ ഐഡിയലിൻ്റെ ഐസ്ക്രീമാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ ഏത് ഐസ്ക്രീമും കഴിക്കും. അപ്പം വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊന്നും അത് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ ഇവക്കാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. എന്നിട്ടും ആൾ അറിഞ്ഞിട്ടില്ല. ഫുള്ള് ക്യാമറീൻ്റെ എല്ലാ സ്ഥലത്തും ഐസ്ക്രീം ആക്കും കേട്ടോ. ക്യാമറ സ്കൈ വേണ്ടേ വേണ്ട. ചോക്ലേറ്റ് വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. ആള് പെരുതുന്നുണ്ട് ഏത് ചോക്ലേറ്റാന്ന്. വേറെ ഇല്ലേ ഡയറി മിൽക്ക്. അവിടെ ലേസ് കണ്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പച്ച ലേസും 2 ഓറഞ്ച് ലേസും എടുക്കണമെന്ന്. അങ്ങനെ അത് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പിണക്കങ്ങൾ ഞാൻ തീർക്കാറ്. ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിയിട്ട്, ഐസ്ക്രീമൊക്കെ. അപ്പോൾ ഇത്രയും വാങ്ങി ആദ്യം, എന്നിട്ടും മതിയായിട്ടില്ല. അതുകൊണ്ട് വേറൊരു ഡയറി മിൽക്കും കൂടി വാങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇട്ട നൈറ്റോടെ തന്നെ വന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം ഇത് തന്നെയാണെന്ന് പറയാം. കാരണം ഡ്രസ്സിങ് സെൻസാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡ്രസ്സൊക്കെ ഇടാതെ പുറത്തിറങ്ങാറില്ലായിരുന്നു. അപ്പോൾ നെല്ലിക്കട്ടയിൽ നിന്ന് എനിക്ക് ഐഡിയൽ ഐസ്ക്രീം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ചൂരിപ്പള്ളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഐഡിയലിൻ്റെ ബോർഡുണ്ട്. ഞാൻ കുറേ മുമ്പേ നോട്ടാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഇവിടെയും ഹാങ്കിയോ ആയിരിക്കും എന്ന് തോന്നുന്നു. പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കൂടുതൽ എല്ലാ ഷോപ്പിലും ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും ഐഡിയലിൻ്റെ. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഐഡിയൽ ഐസ്ക്രീം തന്നെ ആയിരിക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഹാങ്കിയോ, അല്ലെങ്കിൽ ക്യാമറി, അല്ലെങ്കിൽ സ്കീ, അതായിരിക്കും കൂടുതൽ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 2 ഐസ്ക്രീം എന്തോ കിട്ടിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. വണ്ടി നിർത്തുമ്പോൾ തന്നെ ആൾ എഴുന്നേറ്റു. അപ്പോൾ ഇവളുടെ ഉറക്കം അത്ര ശരിയായിട്ടില്ല. ഒന്നും കൂടി ഉറങ്ങുമായിരിക്കും. ഇപ്പോൾ ഈ കപ്പ് ഹാങ്കിയോ ആണ്, ബാക്കിയൊക്കെ ഐഡിയലും. ഇപ്പോൾ ഈ ബ്ലാക്ക് കറൻറ്റിൻ്റെ ഈ ഒരു ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്നാക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ചെമ്മീൻ. വലിയ ചെമ്മീനാണ്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി എന്തായാലും ഇപ്പോൾ റെഡി ആവില്ല. അപ്പം ഞാനത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പപ്പേൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പോയതായിരുന്നു. അപ്പോൾ ആൾ വണ്ടിയിലൊക്കെ എത്തിയിട്ട് കളിപ്പിക്കുന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ വലുതായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്.
പിന്നെ ഇതിൻ്റെ ഈ ഉള്ളിലൊരു കറുത്ത കളർ ഒരു സാധനമുണ്ട്. അത് ചിലതിൻ്റെ എടുക്കാൻ കിട്ടുന്നുണ്ട്, ചിലത് ഭയങ്കര കഷ്ടമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുക്കാതെയും ചിലർ ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ചെമ്മീൻ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ 12 മണിയല്ല, 1 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഹസ്ബൻഡും ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ കിയാരയ്ക്കും ഞാൻ ചോറും കടലയും ആയിരുന്നു ഇന്ന്, അത് കൊടുക്കുവാണ്. എന്തിന് ആലോചിക്കുന്നുണ്ട്. ഐസ്ക്രീം അത് എന്ത് കപ്പിൻ്റെ സ്പൂൺ എടുത്ത് വായിലിടുവാണ്. ഐസ്ക്രീമാ കിയരാ മാമാക്കുന്നത് എങ്ങനെ കിട്ടിട്ട എന്താ കടിക്കണ്ട, അത് പൊട്ടിക്കണ്ട. അമ്മക്ക് ഐസ്ക്രീം തിന്നാൻ വേണം, സ്പൂണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ലേസിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഹസ്ബൻഡ് ഫുഡ് കഴിച്ചിട്ട് ആള് പോയി. അപ്പോൾ എന്ത് ചെക്കി പോകും. അപ്പൊ ഇവളെ കുളിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇപ്പൊ നേരവും കാലവും ഒന്നുമില്ല കുളിക്കാൻ വേണ്ടിയിട്ട്. തോന്നുന്ന സമയത്ത് കുളിപ്പിക്കും, അങ്ങനെയാണ്. കാരണം ഇവക്ക് ഉറക്കം ശരിയില്ലാത്തത് കൊണ്ട്. എന്ത് കിയാരാ ഓ ഓ ഇവളെന്നെ സംസാരിക്കാൻ വിടാത്തതാണ്. അപ്പോൾ തലയ്ക്ക് കുളിപ്പിക്കുന്നില്ല, കാരണം ജലദോഷമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മേല് മാത്രം കഴുകണം. മോളിലത്തെ വീട്ടിലത്തെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിറച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവൾ അത് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുളിച്ചിട്ട് ഇവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് അംഗനവാടി വരെ പോവാനുണ്ട്. അപ്പോൾ ടീച്ചർ 2 മണിക്ക് പോകാനായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞു. മഴയാവുമ്പോൾ മഴയെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാറില്ല. വെയിലാവുമ്പോൾ വെയിലല്ലേന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. നല്ല വെയിലാണ് ഇന്ന്, മഴ കുറവാണ്. ഇവളുണ്ടല്ലോ ഭയങ്കര സാധനമാണ്. പപ്പാന്ന് മാത്രമേ വിളിക്കൂ. വാട്ട് ഈസ് ദാറ്റ് കിയാര? എന്താക്കിയേ കിയാര? എന്താക്കിയേ? നിനക്ക് തൊടല്ല, മുത്രയിച്ചതാ. അപ്പോൾ ഞാൻ ഇവക്ക് വെള്ളം വെച്ച സമയത്ത്, കുളിക്കാൻ വെള്ളം വെച്ച സമയത്ത് ഇവൻ വന്നു. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് വാങ്ങേണ്ടി വന്നു, കാരണം കുറേ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ആദ്യൻ്റെ അമ്മയും എൻ്റെ അമ്മയൊക്കെ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഇപ്രാവശ്യവും കുറേ നിർബന്ധിച്ചു, അതുകൊണ്ടൊന്നും വാങ്ങി. പിന്നെ ഇവൻ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്ലർ ചെയ്തത്. എന്തായാലും ഉറക്കമൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് അംഗനവാടി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കയറി എടുത്തോന്നേ ടാറ്റാക്ക്. അപ്പം അംഗൻവാടി എത്തി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ട്. അപ്പോൾ കർക്കിടക തെയ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് നോക്കുവാണ്. അപ്പോൾ ഇവിടെ അംഗനവാടിയിലുള്ള ഒരു കുട്ടിയുടെ വീടാണത്.
Ready, 1, 2, 3, start. അപ്പൊ ഇവള് അവരെങ്ങനെ നോക്കുന്നതാണ്, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നേന്ന്. അപ്പോൾ ഇവക്ക് കുടിക്കാൻ അവർ പായസം തന്നതായിരുന്നു. അപ്പോൾ ഇന്ന് പായസമായിരുന്നു അവിടുത്തെ ഫുഡ് വൈകുന്നേരം. അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസം ഓരോ സ്പെഷ്യലല്ലേ. അപ്പോൾ ഈ അംഗനവാടിയിലോട്ട് ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് നല്ലൊരു സ്പേസ് ഒക്കെ ഉള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ അംഗനവാടി കാണാത്തതുകൊണ്ടായിരിക്കും. പണ്ട് ഞാൻ പഠിക്കുമ്പോഴും ഞാൻ അംഗനവാടിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ചെറിയൊരു അംഗനവാടിയായിരുന്നു അത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇവള് തന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അംഗനവാടിയിൽ പോകുന്ന സമയം എനിക്ക് ഓർമ്മ വരുന്നു. കാരണം നല്ല മടിയായിരുന്നു, കരഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അംഗനവാടിയിൽ പോകുന്നുണ്ടായത്. കസിൻസൊക്കെ കൊണ്ടുവിട്ടതായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു വീട്ടിലും കയറി. അപ്പോൾ താഴത്തെ വീടാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഇവളെക്കാളും 2 മാസത്തിന് വലുതാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളെയും ഇങ്ങനെ എടുത്തിട്ട് പുറത്ത് നടക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഇവക്ക് എന്തായാലും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. കുറേ സമയം അവിടെ ഇരുന്നു. അമ്മ വരാനാവുമ്പോൾ തിരിച്ചു വന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും വന്നു വീട്ടിലേക്ക്. ഡാൻസ് കളിക്ക്. കിയറന്റെ വണ്ടിയിലിരിക്ക്. പോ, വണ്ടി എടുത്തു, വണ്ടിയിലിരിക്ക്. ഇരിക്ക് വണ്ടിയില്. ബാ, വേണ്ടേ? അവിടെ ഇരിക്കടാ. ഇരിക്കപ്പോ. വേണ്ട വേണ്ട, അതിലിരിക്കട്ടെ. വേണ്ട വേണ്ട. കിയാനന്റെ ഫാത്തിമ വന്നതാ. അജ്ജു പിന്നെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ കുറേ സമയം അവരൊന്നിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഇവർ യൂട്യൂബിൽ ഇടാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.